ഹലോ ഗൈസ്, ഇന്നും നമ്മുടെ സെൻറ്റാങ്കിൾ സീരീസ് തന്നെയാണ്. ഇന്ന് കുറച്ചുകൂടി എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്നൊരു സെൻറ്റാങ്കിൾ ആർട്ടാണ്. ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. ഫ്രീ ഹാൻഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വളഞ്ഞ വരകൾ ഇങ്ങനെ വരച്ചു കൊടുക്കുക. പിന്നെ വട്ടത്തിലും ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ വരകൾ വരച്ചു കൊടുക്കണം. സാധാരണ നമ്മൾ പേപ്പറിലൊക്കെ തന്നെ കുത്തി വരയ്ക്കില്ല, അതേപോലെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. പിന്നെ ഈ കാണുന്ന എഡ്ജസൊക്കെ കർവാക്കി ഇങ്ങനെ വരച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ സെൻറ്റാങ്കിൾ ആർട്ട് സീരീസ് ബോറടിക്കുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വേണോ എന്നും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാം. പിന്നെ നമ്മൾ ഈ എഡ്ജസൊക്കെ കർവാക്കി വരച്ച് കൊടുക്കുമ്പോൾ ഇതേപോലെ കുറേ ഗ്യാപ്സ് കിട്ടും. അതൊക്കെ ബ്ലാക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേപോലെ ആദ്യം കുഞ്ഞ് വട്ടം വരയ്ക്കുക. പിന്നെ അതിന് ചുറ്റും ഇതേപോലെ കർവ്ഡ് ലൈൻസ് വരച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ ബോക്സസും ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ആർട്ട് വേമാണ്. കാരണം ഇത് വരച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പുഴുവിൻ്റെ ഷേപ്പൊക്കെയാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇത്രയും നാളും ചെയ്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള സെൻറ്റാങ്കിൾ ആർട്ടല്ലേ. ഇനി കളേർഡ് സെൻറ്റാങ്കിൾ ആർട്ട് ചെയ്യുന്നതിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇനി ലാസ്റ്റായിട്ട് പെൻസിൽ വെച്ചിട്ട് ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താ തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.